ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഗൈസിൻ്റെ വീഡിയോ കാണാനിടയായി ഗൈസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കാണലുണ്ട് ഗൈസ്. അപ്പോൾ ഒരു വർഷം മുമ്പ് വരെ ഖൈസിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നലുണ്ടായിരുന്നു. അതായത് ഖൈസ് വളരെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഖൈസിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന വാക്കുകളായിരിക്കും, മെസ്സേജ് ആയിരിക്കും, അങ്ങനെയുള്ള രീതിയിലുള്ള സാധനങ്ങൾ. പക്ഷെ കുറച്ച് കാലമായിട്ട് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഖൈസിൻ്റെ വീഡിയോസിൽ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്ന ഒരു വൈബ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരദൂഷണ അമ്മാവൻ്റെ ഒരു വൈബാണ് ഖൈസ് മൂപ്പരുടെ റിയാക്ഷൻ വീഡിയോസിൽ കാണിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഖൈസിനെല്ലാം ഒരു കണ്ടൻറ്റാണ്. ഇന്ന് കണ്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം. ഖൈസല്ല ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതി സബ്സ്ക്രിപ്ഷൻ, അതായത് എക്സ്ക്ലൂസീവ് കണ്ടൻറ്റിന് വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ സാധനം വീഡിയോസ് ഇടൂലേ, അതിനെ കുറിച്ചിട്ടാണ് മൂപ്പര് പറയുന്നത്. രജിത് കുമാറില്ലേ ബിഗ് ബോസിലെ, മൂപ്പര് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സാംസ്കാരിക നായകന്മാർ ഇന്ന് കേരളത്തിൽ കാണാനില്ല. അപ്പോൾ ഞാൻ ആ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ധാർമ്മികത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരുടെ ഒരു അഭിപ്രായം പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം, ശരീരം കാണിക്കുന്ന രീതിയിലൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉള്ള രീതിയിലൊക്കെ സംഗതികൾ ചെയ്യുന്ന സമയത്ത്, ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കില്ല, ജോലിക്ക് പ്രാധാന്യം കൊടുക്കില്ല, അങ്ങനെ കുറേ സംഭവങ്ങൾ, നിങ്ങൾ സാംസ്കാരിക മൂല്യച്യുതിക്ക് കാരണമായി തീരുന്നു, നിങ്ങൾ ഒരു തരത്തിലും ഒരു റോൾ മോഡൽ ആവുന്നില്ല സമൂഹത്തിൽ എന്നുള്ള രീതിയിലൊക്കെ രജിത് കുമാറിനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പിന്താങ്ങിയിട്ടാണ് ഖൈസ് വീഡിയോ ചെയ്യുന്നത്. അതായത് ഖൈസിൻ്റെ ഒരു വേർഷൻ എന്താണെന്ന് വെച്ചാൽ രേണുസുതിയെ പോലുള്ള ആളുകൾ എന്നല്ല, രേണുസുതിയെക്കുറിച്ച് തന്നെയാണ് ഖൈസ് അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രേണുസുതി എക്സ്ക്ലൂസീവ് കണ്ടൻറ് എന്ന രീതിയിൽ തുണി ഉരിഞ്ഞ് വീഡിയോസ് ചെയ്യുന്നു, ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നു, അതേപോലെ തുട കാണിക്കാൻ വേണ്ടി, മാറ് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ നെയ്വലി കാണിക്കാൻ വേണ്ടിയിട്ട് മൂപ്പത്തിയൊരു എക്സ്ക്ലൂസീവ് കണ്ടൻറ് ഇടുന്നു, അതുവഴി ഒരുപാട് കാശുണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ഖൈസിൻ്റെ ആങ്സൈറ്റി ഗൈസ്. അപ്പോൾ ഞാൻ ആലോചിക്കണത്, എനിക്ക് തോന്നുന്ന സംഭവം എന്ന് വെച്ചാൽ, ഖൈസെ എന്നാൽ പിന്നെ എജ്ജും വീഡിയോസ് ചെയ്തോ ഖൈസെ. ഇങ്ങനെ പരദോഷം പറയണേക്ക് അടിപൊളിയല്ലേ ഇങ്ങനെ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ഓൺലി ആക്കി വെക്കുന്നത്. പിന്നെ എന്തിനാണ് സബ്സ്ക്രിപ്ഷൻ ഓൺലി വേണ്ട സാധനം? സബ്സ്ക്രിപ്ഷൻ ഓൺലി അല്ല, സബ്സ്ക്രിപ്ഷൻ എന്നുള്ളൊരു സാധനം ഓപ്ഷൻ അവിടെ എന്തിനാണ്? എനിക്കതാണ് മനസ്സിലാവാത്തത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ തുണി ഉരിയുക എന്നുള്ള രീതിയിലൊക്കെ എക്സ്ട്രീം ലെവലിലൊക്കെ മൂപ്പര് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു സംഭവം, അങ്ങനെ തുണി ഉരിഞ്ഞിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഖൈസെ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഖൈസ് ഞാൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഖൈസ് അറിയാൻ വേണ്ടിയിട്ടൊരു സംഭവമാണ് ചെയ്യുന്നത് ഖൈസ്. അങ്ങനെ തുണി ഉരിഞ്ഞിട്ടൊക്കെ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ സോഷ്യൽ മീഡിയയിൽ? അതിന് അതിൻ്റേതായ നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ആ ബാൻ ചെയ്യപ്പെടും, ആ അക്കൗണ്ട് പ്രൊഫൈൽ ഇല്ലാണ്ടായി പോവും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ, അതായത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും അവരുടേതായ ശരീരത്തെ അങ്ങനെ നമുക്ക് ഒരു ആർട്ടിസ്റ്റിക്കായ രീതിയിൽ എക്സ്പോസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഇവിടെ സണ്ണി ലിയോണിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് രേണുസുതിനെ കുറ്റം പറയുന്നത്. എനിക്കതാ മനസ്സിലാവാത്തത്. എന്താണ് അതിൻ്റെ പോയിൻ്റ്? എന്താ? അതുപോലെ ഇതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഖൈസിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഉത്കണ്ഠ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സമൂഹം നാശമായി പോകുന്നൊക്കെയാണ്. ആ മൂപ്പര് പറയുന്നത് പെർപ്പിൾ ഹാൽസിയോൺ, അതായത് മറ്റേ അശ്വനി അല്ലേ, അശ്വനി ഇതേപോലെ 69 ലക്ഷം 70 ലക്ഷം മാസം സമ്പാദിക്കുന്നു സബ്സ്ക്രിപ്ഷൻ വഴി എന്നാണ്. അതിനിപ്പോൾ ഖൈസിന് എന്താ പ്രശ്നം? ഖൈസിന് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്ന് അത്ര പൈസ കിട്ടുന്നില്ല എന്നതാണ് മൂപ്പരുടെ ഈ ഒരു കൺസേണിൻ്റെ ഒരു റീസൺ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താണ് സംഭവം? അപ്പോൾ ഇവിടെ പൊതുവെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഇപ്പോൾ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് പറഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ സംഭവമായിട്ട് ഒരു സംഗതി വെക്കുമ്പോൾ ഇവരൊക്കെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ, അവിടെ തുണി ഉരിഞ്ഞിട്ട് ന്യൂഡായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും പോസ്റ്റ് ചെയ്യണമെന്നാണ് ഇവരുടെ മൈൻഡിൽ തോന്നുന്നത്. എന്താ ആ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ, എന്ത് പരിതാപകരമാണ്. ഖൈസിൻ്റെ വീഡിയോസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബോറായില്ലെങ്കിലും അവൻ്റെ ഗ്രാഫ് ഭയങ്കര താഴ്ത്തിക്കായിട്ടാണ് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരാളെക്കുറിച്ചൊരു കുൽസിതം പറയുന്ന സമയത്ത്, ആൾ മോശമാണ് രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് റീച്ച് കൂടുതൽ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ഖൈസിനെ പോലുള്ള ആളുകളല്ല, ഖൈസൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, മിസ്യൂസ് ചെയ്യണമെന്നുള്ളൊരു സാധനമാണ് ഖൈസ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തോ ഓളത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കണത് അവൻ. അപ്പോൾ എന്തായാലും ഇവന്മാരൊക്കെയാണ് ഇന്ന് കേരളം സെലിബ്രേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസിൻ്റെ ഉസ്താദ് മരിച്ചത് വലിയ സംഭവങ്ങൾ. ഉസ്താദ് പറഞ്ഞാൽ അതിൽ കയറി പിടിക്കണ്ട.
എനിക്ക് ഇന്ന് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലുള്ളത് സീക്രട്ട് ഏജൻ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ച് ആളുകൾ എന്ത് കുറ്റം പറഞ്ഞു എന്തൊക്കെ തേങ്ങയായാലും സീക്രട്ട് ഏജൻറ്റ് വളരെ ബോൾഡായിട്ട് പ്രോഗ്രസീവായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഖൈസ് അങ്ങനെയല്ല. ഖൈസ് എല്ലാത്തിലും നെഗറ്റീവാണ് കാണും. ഖൈസിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഓർമ്മയില്ലേ, മറ്റേ ഫാമിലിയുടെ പേരെന്താണ്, മറ്റേ അവർക്ക് അസുഖമായിട്ട് പോലും മൂപ്പര് വീഡിയോ ചെയ്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുതലെടുക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അവർ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പല രീതിയിലുള്ള ഒരു വേർഷനാണ് മൂപ്പര് നറേറ്റ് ചെയ്തത്. അപ്പോൾ എന്ത് ബോറാണ് ഈ സംഭവം എന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഖൈസിൻ്റെ വീഡിയോസ് എനിക്ക് വളരെ അരോചകമായിട്ടും പ്രോഗ്രസീവായ രീതിയിലൊന്നും അരോചകമായിട്ടാണ് തോന്നൽ, പ്രോഗ്രസീവായ രീതിയിലൊന്നും തോന്നലില്ല. വളരെ ഡിഗ്രസീവായ രീതിയിൽ തേങ്ങാക്കൊലയാണോ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു സംഭവമാണ്. പിന്നെ എനിക്കിത് മനസ്സിലായത് ആളുകൾക്ക് എന്താ വെച്ചാൽ ഇവിടെ പ്രോഗ്രസീവായ സാധനങ്ങളൊന്നും വേണ്ട, അങ്ങനെയുള്ള വീഡിയോസിനൊന്നും ഇവിടെ വലിയ രീതിയിൽ റീച്ചില്ല ഗൈസ്. ഇവിടെ വേണ്ട എന്താ വെച്ചാൽ ഒരാളെക്കുറിച്ച് കുൽസിതം പറയുക, ഒരാളെക്കുറിച്ച് നെഗറ്റീവ് പറയുക, ഒരാളെക്കുറിച്ച് കുറ്റം പറയുക, ഒരാളെ തെറി വിളിക്കുക, ഈ ഒരു സാധനമൊക്കെയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു സാധനങ്ങളൊക്കെ പോകുന്നത്. ഇത് ഖൈസിനെ പോലുള്ള ആളുകൾക്ക് ഒരുപാട് പ്ലസ് പോയിൻ്റാണ്.